ഉണ്ടോ ഈന്തപ്പഴം ഒരു കുറച്ച് ഈന്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഈന്തപ്പഴത്തിൻ്റെ കായ കൊത്തി കളഞ്ഞിട്ട് അത് ചെറുതായിട്ട് നുറുക്കിയിടണം. അതേപോലെ തന്നെ ഓറഞ്ച്, വലിയ സൈസ് ഓറഞ്ച് ആണ്. അപ്പോൾ അതിൻ്റെ തൊലിയുണ്ട്. ഉണ്ട് ഇതേപോലെ വലിയ സൈസ് ഓറഞ്ച് ഉണ്ട്, അതേപോലെ തന്നെ ചെറിയ ഓറഞ്ചും ഉണ്ട്. അപ്പം ഇതിൻ്റെ തൊണ്ട് ഒക്കെ വലിയ സൈസ് ഓറഞ്ച് ആകുമ്പോൾ അതിൻ്റെ തൊണ്ടിന് നല്ല കട്ടിയുണ്ടാവും. അതേപോലെ ചെറുതാകുമ്പോൾ അതിന് കട്ടി കുറവായിരിക്കും. പക്ഷെ എന്നാലും നമുക്കിതുകൊണ്ട് ഈസി ആയിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ഓറഞ്ച് പിയലും അതേപോലെ തന്നെ ഈന്തപ്പഴം കൂടിയുള്ള അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഓറഞ്ച് തൊലിയും ഈന്തപ്പഴവും. അതിന് ഇതേപോലെയാണ് ഞാൻ ഓറഞ്ചിൻ്റെ തൊലി അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ഈന്തപ്പഴം ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഈന്തപ്പഴം കിട്ടുകയാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്തോ. ഞാൻ ഇത്രയാണ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ കുരുകുരുന്ന് ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്ത ഗാർലിക് ആൻഡ് ജിഞ്ചർ, പിന്നെ ഗാർലിക്കിൻ്റെ പേര് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ചുമ്മാ ഇങ്ങനെ ആഡ് ചെയ്യുന്നതാണ് ഇതിനകത്ത് നല്ലതാണത്. നിങ്ങൾക്ക് അത് ഓപ്ഷനിലാണ്. പിന്നെ ചുവന്ന മുളക്, പച്ചമുളക് ഇതേപോലെ അരിഞ്ഞ് എടുത്തതും വേപ്പിലയും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെ കുക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇത്തരം ഐറ്റംസാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഞാൻ ഓറഞ്ച് പീൽ വിത്ത് ഈന്തപ്പഴത്തിൻ്റെ അച്ചാറുണ്ടാക്കാനായിട്ട് ഒരു പാൻ വച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 സ്പൂണ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂണ് കടുക് അതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. അതേപോലെ ഞാൻ ഇതിനകത്തേക്ക് പാനിൽ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരു 12 ചുള വെളുത്തുള്ളി ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തതും ജിഞ്ചർ ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തതും ഗാർലിക്കിൻ്റെ തൊണ്ട് എല്ലാവരും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ് ഞാൻ. അതോടൊപ്പം തന്നെ ഒരു 15 പച്ചമുളക് ഇതേപോലെ അരിഞ്ഞെടുത്തതും വേപ്പിലും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഇത് ഒന്ന് ചെറുതായിട്ട് വഴറ്റണം. ചെറുതായിട്ട് വഴണ്ട് എന്ന സമയത്തേക്ക് അതിനകത്ത് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ജിഞ്ചർ, ഗാർലിക്ക്, പച്ചമുളക് എല്ലാം ഗ്രീൻ ചില്ലിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്തേക്ക് ഇൻഗ്രീഡിയൻസായിട്ട് ആഡ് ചെയ്യുന്നത് ഉലുവ പൊടിച്ചത് ഒരു 2 സ്പൂണ് ആഡ് ചെയ്യാണ്. അതേപോലെ മുളക് പൊടി, ചില്ലി പൗഡർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. 2 സ്പൂണ് ചില്ലി പൗഡർ ആഡ് ചെയ്യാണ്. കുറുക്ക് മഞ്ഞൾപ്പൊടി 1 സ്പൂണ് ആഡ് ചെയ്യാണ്. അതുപോലെ അതിനകത്തേക്ക് കായപ്പൊടി, LG കായപ്പൊടി ഒരു വലിയ സ്പൂണ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് 1 സ്പൂൺ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം 2 സ്പൂൺ ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് കണ്ടോ, ഇതിനകത്തേക്ക് ഞാൻ അരിഞ്ഞു വച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊണ്ട് ഇതേപോലെ അരിഞ്ഞതാണ്. ഇതിനകത്തേക്ക് ഞാൻ ഇത്രയും തൊണ്ടാണ് ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈന്തപ്പഴം ഇത്ര അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാണ്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. ഈന്തപ്പഴത്തിൻ്റെ നിങ്ങൾ അരിയുമ്പോൾ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതേപോലത്തെ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. അങ്ങനെ ഓറഞ്ച് പീല് വിത്ത് ഈന്തപ്പഴത്തിൻ്റെ അച്ചാർ അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ഉണ്ടോ?
നല്ല കളറും നല്ല ടേസ്റ്റും നല്ല ഭംഗിയും. അല്ല, ഞാനിതിനകത്ത് മൊത്തം യൂസ് ചെയ്തിരിക്കുന്നത് 6 സ്പൂണ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 6 സ്പൂണ് വിനാഗിരി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 സ്പൂണ് ഉപ്പ് സാൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കായത്തിൻ്റെ പൊടി 2 സ്പൂണാണ് ആഡ് ചെയ്തത്. ചില്ലി പൗഡർ 2 സ്പൂണാണ് ആഡ് ചെയ്തത്. കാരണം എരിവിൻ്റെ പ്രശ്നം കാരണം കൊണ്ടാണ്. കുറച്ച് 1 സ്പൂൺ കൂടി വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ എരിവൊക്കെ ഉള്ള നല്ല അച്ചാറാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ആഡ് ചെയ്യാം. അതിപ്പോൾ നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റ്, ഭംഗിയും ടേസ്റ്റും ഉണ്ടോ. കണ്ടോ, അങ്ങനെ ഓറഞ്ച് പീലും വിത്ത് ഈന്തപ്പഴം കൂടി ഉള്ളത് അച്ചാറും എല്ലാം സൂപ്പറായിട്ടില്ലേ. നല്ല കളർഫുള്ള്, നല്ല ടേസ്റ്റ്, നല്ല എന്താ പറയുക. അതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ജോയ്സ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഉണ്ടോ, ഇതുപോലെ അടിപൊളിയായിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.